ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാവുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. ഇവിടെ ഇന്ന് കഴിക്കാൻ വേണ്ടി പള്ളി കഴിഞ്ഞ് വന്ന് കഴിക്കാൻ വേണ്ടി കഞ്ഞിയുടെ കൂടെ തയ്യാറാക്കാൻ വേണ്ടിയുള്ള തോരൻ ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആ വീഡിയോ അങ്ങ് എടുത്തു ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഇത് ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ആയിട്ട് കഞ്ഞിയുടെ കൂടെ ഈ തോരനും ഒരു അച്ചാറും ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. ഓക്കെ, തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകാൻ വെച്ചു. ആ സമയത്ത് ഞാൻ ഈ തോരൻ്റെ അരപ്പ് കാണിച്ചു തരാം. ഒരു കൈപ്പിടി തേങ്ങ, 3 പച്ചമുളക്, അതുപോലെ 6 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകൊന്ന് പൊട്ടുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. അതുകൊണ്ടത് മൊത്തം അങ്ങ് എടുത്തു. ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒരുപാട് വയലൻ്റ് കാരണം നമ്മൾ ഈ തോരൻ നമ്മൾ അടച്ച് വെക്കുമ്പോൾ സവാള കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടിക്കൊള്ളും. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കായ എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക അല്ലെങ്കിൽ നേന്ത്രക്കായ എന്നൊക്കെ പറയും, പച്ച വാഴയ്ക്ക. അപ്പോൾ അത് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ചൂടുവെള്ളത്തിലൂടെ കഴുകിയെടുത്താണ്, എന്നാലേ ആ കറയൊക്കെ പോകത്തുള്ളൂ കേട്ടോ. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 3 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. നമ്മളിത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെക്കണം. അടച്ച് വെച്ച് വെള്ളമൊന്നും ചേർക്കത്തില്ല, പക്ഷെ ഞാൻ ഈ അരപ്പൊന്ന് ചെറുതായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വൻപയറും കൂടെ ചേർത്ത് കൊടുക്കണം. വൻപയർ ഞാൻ നേരത്തെ വേറെ വേവിച്ച് വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ വൻപയറിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ ചേർത്തുക. കാരണം ഈ ഗുഡ് ഫ്രൈഡേക്കൊക്കെ തോരൻ എന്ന് പറയുമ്പോൾ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വൻപയർ തോരനായിരുന്നു. പിന്നീട് കാലം മാറിയപ്പോഴാണ് ഈ ഒരു വാഴയ്ക്കായും വൻപയറും കൂടെ ആക്കിയത്. അപ്പോൾ ഇച്ചിരി കൂടുതൽ പയറിരിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് വേണമെങ്കിൽ അടച്ച് വെക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി തീ കൂട്ടി വെച്ച് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ച് കളഞ്ഞു. അങ്ങനെ ഓഫാക്കി. അപ്പം നമ്മുടെ തോരൻ റെഡിയായി. ഇനി നിങ്ങൾ കഞ്ഞിയുടെ കൂടെ കുറച്ച് അച്ചാറും എടുത്ത് ഈ തോരനും കൂട്ടി ഒരു പപ്പടം എടുത്തിട്ട് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് കഞ്ഞി കുടിച്ചോളൂ. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.